ഞാനും എന്റെ മോളും ഇവിടെ കഴിയുന്നതിൽ ഒരർത്ഥമില്ല. അച്ഛൻ മരിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല ശാലു. ഓഹോ, എത്ര ക്രൂരതയാണ് അവർ ഈ കുട്ടിയോട് കാണിച്ചത്. പോകാൻ തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഞാനും എന്റെ മോളും ഇവിടെ കഴിയുന്നതിൽ ഒരർത്ഥമില്ല. ദേ, വെറും കൈയോടെ ആയിരിക്കില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതിനു മുമ്പേ ഈ കഞ്ചനക്ക് ചിലതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. കഞ്ചനമ്മേ, വാ വാ കഞ്ചനമ്മേ. ഒന്നും കാര്യാക്കണ്ട കിരീട്ട. കഞ്ചനമ്മയുടെ മനസ്സിലവസ്ഥ നമ്മളും മനസ്സിലാക്കണം. ഒന്നടങ്ങട്ടെ, എല്ലാം പറഞ്ഞ് നേരെയാക്കാം. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? നല്ല ആളാ. മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ടാ ഞാൻ അടുക്കളയിലേക്ക് പോയത്. ഒരു ചായ എടുക്കുന്ന സമയമായുള്ളൂ, അപ്പോഴേക്കും ആളിങ്ങെത്തിയോ? ഞാൻ ഇനി നോക്കാൻ ഒരിടവുമില്ല. ബലിയിട്ട് കഴിഞ്ഞുടൻ ഞാനിങ്ങി പോന്നു. എല്ലാവർക്കും കൊടുത്തോ? നേരം വെളുത്തിട്ട് ഇത്രയായില്ലേ? ഓരോരുത്തരും മൂന്നാമത്തെ ഗ്ലാസ് ചായ കുടിച്ചേ. എന്നിട്ടും ഗിരിയേട്ടന് ഒരു കപ്പ് ചായ പോലും കുടിച്ചില്ലല്ലോ. ആ കിഴക്കിടത്തെ അമ്മാവിന്റെ കാര്യം രസം. മണിക്കൂർ ഇടവിട്ട് ചായ വേണം. ചാക്കാല വിടല്ലേ, ചായ ഒരുപാട് വേണ്ടിവരും. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അറിഞ്ഞും കേട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇല്ല ഗിരിയേട്ട, ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മാധുവിന് അടുക്കളയിൽ കൈയൊഴിഞ്ഞ് നേരെയില്ല. നമ്മുടെ സുമതിയപ്പിച്ച് വീട്ടിൽ പോവാത്രേ. സഞ്ജയനെ വരെയെങ്കിലും ഇവിടെ ഇരിക്കണ്ടേ? അന്യരൊന്നും അല്ലല്ലോ, അച്ഛന്റെ സ്വന്തം പെങ്ങളല്ലേ ഗിരിയേട്ട. അവര് വെറുതെ പറഞ്ഞതാവും. ബലിയിട്ടപ്പോ ഗിരിയേട്ടൻ ഇന്നും കരഞ്ഞു, കൊച്ചുകുട്ടികളെ പോലെ ഗിരിയേട്ടൻ. അച്ഛൻ മരിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല ശാലു. ഇത്ര ആരോഗ്യത്തോടെ ഓടിച്ചാടി നടന്ന ആളാണ് എൻ്റെ അച്ഛൻ. പക്ഷെ ഇത്ര പെട്ടെന്ന്. ഒരർത്ഥത്തിൽ നല്ലതല്ലേ ഇത്? ജീവിതത്തിലെ എല്ലാ കർമ്മവും കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ചിരിച്ചു കളിച്ചങ്ങ് അവസാനിക്കുക. അതിനും വേണൊരു ഭാഗ്യം. ഇല്ല ശാലു, ഇനിയും പലതും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മനസ്സിൽ. ഗംഗേച്ചൊരു അമ്മയെ കാണാൻ ഏറെ കൊതിച്ചു എൻ്റെ അച്ഛൻ. പിന്നെ ഞാൻ, ഗാഥ, അങ്ങനെ പലതും പലതും. ഒരച്ഛൻ മാത്രമല്ലായിരുന്നു, നല്ലൊരു സുഹൃത്ത്, വഴികാട്ടി. ശാലുവിനറിയോ, അച്ഛനില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിവാഹം പോലും നടക്കില്ലായിരുന്നു. മറ്റുള്ളവർ ചേർന്ന് ഒക്കെ തല്ലിക്കെടുത്തിയന്. ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ഫുട്ബോൾ കളിക്ക് വേണ്ടി അറിഞ്ഞടന്നു. എത്ര തിരക്കുണ്ടാലും എല്ലാ മാസവും ഞങ്ങളെ കാണാൻ ഓടിയെത്തുമായിരുന്നു. ഒടുവിലൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോലും ആ കഞ്ചനാമ്മ സമ്മതിച്ചില്ല. എന്നും വഴക്കുണ്ടാക്കി എന്റെ അച്ഛനെ നോക്കുമായിരുന്നില്ലേ ആ നശിച്ച സ്ത്രീ. ഗിരിയേട്ട, ഇതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ. വെറുതെ ഓരോന്ന് ഓർത്തിട്ടിങ്ങനെ ദുഃഖിക്കരുത്. സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്നങ്ങോട്ട് വിശ്വസിക്കുക. ഗിരിയേട്ടൻ തന്നെയല്ലേ ഗംഗേച്ചിയും ഗാദിയും പറഞ്ഞ് ആശ്വസിപ്പിച്ചത്. എന്നിട്ടിപ്പോ ശരിയാ, എല്ലാരെയും ആശ്വസിപ്പിക്കേണ്ട ഞാൻ, അതും ഗംഗേശി ആശുപത്രിയിലും. ഇല്ല ശാലു, ഇനി ഞാൻ കരയില്ല, ദുഃഖിക്കില്ല. ഗംഗേച്ചിക്കും ഗാദിക്കും ഗിരിയേട്ടനായിരിക്കണം അച്ഛന്റെ സ്ഥാനത്ത്. എല്ലാ കർമ്മങ്ങളും വഴിപോലെ നടക്കണം. എന്നിട്ട് ചിതാഭസ്മം ഗംഗാനദിയിൽ കൊണ്ടുപോയി ഒഴുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എങ്കിലേ ആ ആത്മാവിന് നിത്യശാന്തിയാവൂ. ശാലിനി കുഞ്ഞേ, ആ ദാ വരുന്നു മധു. ഞാൻ ഇപ്പൊ വരാം. ഹലോ ഞാൻ ശ്യാമ. ശ്യാമേട്ടാ, ഞാൻ ഉടനെ അങ്ങെത്താം. ഗംഗേച്ചിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ബലിയിട്ടോ? ബലിയിട്ടു. ഇവിടത്തെ കാര്യങ്ങളൊന്ന് ഒതുക്കിയിട്ട് ഞാൻ ഉടനെ അങ്ങെത്താം. അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ആ, ഇവിടെ ഒന്നുമില്ല. ആ, ശാലു എടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ശ്യാമേട്ടാ, ആ, നീ അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കണം.
അതെ ഏട്ടാ, ഏട്ടനും ഗംഗേച്ചും വല്ലതും കഴിച്ചോ? ഞാനിവിടുന്ന് ഗിരിയേട്ടനെ കൊടുത്തുവിടാം. വേണ്ട, അതല്ല പ്രധാനം. അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. ആ. ശരി എന്നാ. എന്ന് ശരി. ദേ, ഓരോന്നാലോചിച്ച് ഇവിടെ ഇരിക്കരുത്, അങ്ങോട്ട് വന്നേക്കണം. മുറ്റത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. കാപ്പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോണ്ടേ? ഗിരിയേട്ടൻ എളുപ്പം വന്നോളൂ. എന്താ അസുഖം? ഓ, പനിയാണോ? പേടിക്കണ്ട കേട്ടോ, ഒക്കെ മാറും. എന്തിനാ കരയുന്നേ? ഇഞ്ചക്ഷൻ ഒന്നും വെക്കില്ല. ഡോക്ടർ കണ്ടില്ലേ? മരുന്ന് കഴിക്കാൻ വഴക്കിടോ? നല്ല കുട്ടികളൊന്നും വഴക്കിടില്ല. മേ ഐ കമ്മിങ് ഡോക്ടർ? യെസ്, കം ഇൻ. ഡോക്ടർ എവിടെ? അണ്ണൻ്റെ ഞാനാ ഡോക്ടർ. ഓഹോ, എന്താണാവോ ഡോക്ടറുടെ പേര്? സ്നേഹളെന്ന. ആ, നല്ല പേരാണല്ലോ. പക്ഷെ ഭാവം കണ്ടിട്ട് ആരോടും സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. എന്താ അസുഖം? ഒന്ന് ഇരുന്നിട്ട് പറഞ്ഞാ മതിയോ ഡോക്ടറെ? ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. പനിയാണോ? ഇഞ്ചക്ഷൻ എടുത്ത കരയോ? ഇല്ല, പക്ഷേ അസുഖം എനിക്കല്ലല്ലോ ഡോക്ടറെ, ഒരു കൊച്ചു കാന്താരി പെണ്ണിനാ. അവളാണെങ്കിൽ ഒരു വലിയ കണ്ണടയൊക്കെ വെച്ച് ഒരു കുഴലും കഴുത്തെ തൂക്കി വലിയ ഡോക്ടറമ്മയാണെന്നുള്ള ഭാവത്തിൽ ഒരു കസേര കയറി ഞെളിഞ്ഞിരിക്കുക. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താ ഇവള് വല്ല കുസൃതി ഒപ്പിച്ചോ? ഹേയ്, ഡോക്ടർ ചമഞ്ഞ് കൊച്ചുവർത്താനം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അഹങ്കാരി, ആളുകളെ പറ്റിക്കാൻ നീ. ഡോക്ടറെ പറ്റിച്ച് ഒരു കൊച്ചു കൊരയില മേടിച്ചാലോ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് തന്നില്ലല്ലോ. ആഹാ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്. ആള് കൊള്ളാലോ നീ. അതുകൊണ്ടൊന്നല്ല, ആന്റി ഒന്ന് ഹെൽപ്പ് ചെയ്യാനാ. ആഹാ, ഡോക്ടർ ഇപ്പൊ വന്നത് നന്നായി, ആ. ഇല്ലെങ്കിൽ എന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. നല്ല ആളാ. മറ്റാരെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കണ്ടാൽ തന്നെ കണ്ണും പൊത്തി ഓടുന്ന കക്ഷിയാ. കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ ഓടുന്നത് കണ്ടോ? എന്താ എന്താ? ഒന്നില്ല. മഹാകുസൃതിയാ. ഡോക്ടറുടെ റിലേറ്റീവ് ആണോ? നോ, അവളൊരു അനാഥ കുട്ടിയാ. മേരിമാത ഓർഫനേജിലെ അനാഥ കുട്ടികളിൽ ഒരുവൾ. പക്ഷേ അവൾക്കതറിയില്ല. അവളുടെ വളർത്തമ്മ സ്വന്തം അമ്മ തന്നെയാണെന്ന അവളുടെ വിശ്വാസം. അവർ ഈ കുട്ടിയെ അങ്ങനെ ഒരു പ്രത്യേക പരിഗണനയോടെയാണ് വളർത്തുന്നത്. എല്ലാവരുടെയും പെറ്റാണവൾ. ആക്ച്വലി ഒരു ദിവസം അവളെ കണ്ടില്ലെങ്കിൽ
എനിക്ക് തന്നെ എന്തോ നഷ്ടബോധം പോലെയാ. കഷ്ടം. എത്ര സ്മാർട്ടാണ് അവള്. മാതാപിതാക്കൾ ആരാണെങ്കിലും എത്ര ക്രൂരതയാണ് അവർ ഈ കുട്ടിയോട് കാണിച്ചത്. സ്നേഹമോളോട് മാത്രമോ? ശ്യാം ആ ഓർഫനേജിന്റെ മുറ്റത്തേക്കൊന്ന് നോക്കൂ. ഒന്നും അറിയാത്ത പാവം കുരുന്നുകൾ. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ? പലപ്പോഴും ബോധപൂർവമായിരിക്കില്ലല്ലോ ഡോക്ടർ. കയ്യബദ്ധങ്ങൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, റീസൺസ് പലതും ആവാം. ആയിരിക്കാം. പക്ഷേ സ്വന്തം മുഖം രക്ഷിക്കാനോ അഭിമാനവും സൽപ്പേരും നിലനിർത്താനോ വേണ്ടി അവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ മരിക്കുവോളം മനസ്സമാധാനത്തോടെ അവർക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? ആസ് എ ഡോക്ടർ ഡെയിലി എനിക്ക് ഇത്തരം കേസുകൾ ധാരാളം ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടെന്ന് മിസ്റ്റർ ശ്യാമിനെ ഊഹിക്കാമല്ലോ. അബോർഷൻ പാപമാണെന്ന് അറിയാഞ്ഞിട്ടല്ല. ആദ്യമൊക്കെ അത് ചെയ്യാൻ ഞാൻ കൂട്ടാക്കാറുമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അത് ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ അധികം ദുഃഖിക്കാറില്ല ശ്യാം. കാരണം എന്താണെന്നല്ലേ? ഇല്ലെങ്കിൽ തെരുവിൽ നായ്ക്കൾ കടിച്ചു വലിക്കുന്ന ചോര കുഞ്ഞുങ്ങളുടേതടക്കം അനാഥരുടെ ദയനീയത നമ്മൾ പിന്നെയും കാണേണ്ടി വരും. ഗുഡ് മോർണിംഗ് ഗീതാന്റി. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടായി പായുന്നേ? എവിടെയും തട്ടി വീഴണ്ട കേട്ടോ. താനിത് എവിടെ നോക്കിയാണോ നടക്കുന്നേ? ഞാൻ എന്തോ ചെയ്തെന്നാ എന്നെ വന്ന് ഇടിച്ചിട്ട് ഇപ്പം ഇത് നല്ല കൂത്ത്. താനൊന്നും പറയണ്ട. ഓ താനൊന്നും പറയണ്ട. അയ്യോ, സോറി ക്ലാര ടീച്ചറെ. മോളെ കണ്ടോ എന്റെ അപ്പ? കണ്ടു ദാ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അത് കാരണം ഒന്ന് ആന്റപ്പന് കൂട്ട ഇടി രണ്ടാ. ആ ഓടല്ലേ മോളെ. സ്നേഹമോളെ അവിടെ നിൽക്കാൻ. ക്ലാരമ്മേ, ഗീതാന്റി എന്നെ പിടിക്കാൻ വന്നു. എന്തിനാ? നീ എന്ത് കുരുത്തക്കേടാ ഒപ്പിച്ചേ? ഞാൻ ഒന്നും ചെയ്തില്ല. ചുമ്മാ തന്റെ കൂടെ വഴക്കിന് വരാം. അതിരിക്കട്ടെ, നീ എന്താ പറയാതെ ഓടിപ്പോന്നത്? അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടാ ഞാൻ മദറിന്റെ അടുത്തേക്കൊന്ന് പോയത്. അതിനിടയിൽ മുങ്ങിയിരിക്കുന്നു. എന്റെ ചേച്ചി എന്താ ഒപ്പിച്ചെന്നറിയോ? ആ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന ദേവകിയമ്മയുടെ മുറി ചെന്ന് ഭയങ്കര കത്തി. സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞ പേഷ്യന്റാ. വിസിറ്റേഴ്സിനെ പോലും വിലക്കിയിട്ടുണ്ട്. ഗീത ആന്റി പറഞ്ഞത് നേരാണോ മോളെ? നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ആ അമ്മൂമ്മയുടെ സംസാരിക്കല്ലെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഡോക്ടർ ആന്റിയും പറഞ്ഞില്ല. ഞാൻ ചുമ്മാതെ പോയപ്പോ അമ്മൂമ്മനെ വിളിച്ചതാ. മിണ്ടാതോയ അമ്മൂമ്മയ്ക്ക് സങ്കടാവൂലേ? ശരി ശരി, വാ നടക്ക്. പോയിട്ട് വേഗം ഇഞ്ഞി വന്നേക്കണം. പറഞ്ഞല്ലേ ഇപ്പൊ എന്താ? വാ. ഏയ്, എവിടെ പോവാ? ഇങ്ങോട്ട് വാ മോളെ. ആ അങ്കിള് പോയോ നോക്കിട്ട് വരാം. അങ്കിളോ? ഏതങ്കിള്? ഒരു നല്ല അങ്കിളാ. ആ അങ്കിള് ഞാൻ ഇന്ന് പറ്റിച്ചു. പറ്റിച്ചോ? ഞാൻ ഡോക്ടർ ആന്റിയുടെ കസേര കയറി ഇരുന്നപ്പോ ആ അങ്കിള് വിചാരിച്ചു ഞാനാ ഡോക്ടർ എന്ന്. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. അവിടെ കയറി കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അങ്കിളിന് എന്നെ ഇഷ്ടമായി. ക്ലാരമ്മേ, ആ ഡോക്ടർ ആന്റി എന്നെ പറ്റിക്കാം. എനിക്ക് പരിശോധിക്കുന്ന കുഴല് വാങ്ങി തന്നില്ല. ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. ഞാൻ ഡോക്ടർ ആവണ്ടേ? അത് അന്നേരം അല്ലേ. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല.